ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. 35ാമത് ദേശീയ ഗെയിംസിന് കേരളം വേദിയാവുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കായിക മേഖലയുടെ സമഗ്രമായ വികസനം എന്ന ലക്ഷ്യം മുന്നിൽ നിർത്തി കേരളം തുടങ്ങിവെച്ച ശ്രമങ്ങളുടെ പരിസമാപ്തി. ഇനി ഗെയിംസ് തുടങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അഴിമതിയുടെയും ദുരൂഹതകളുടെയും ആശങ്കകൾ അനുദിനം വർദ്ധിക്കുകയാണ്. കായിക ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യൻ കരുത്തെത്തുന്ന നിമിഷത്തെ സ്വപ്നം കാണുകയാണ് ഓരോ കായിക പ്രേമിയും. എന്നാൽ ഇന്ത്യ ഒരടി മുന്നോട്ട് വയ്ക്കുമ്പോൾ മറ്റുള്ളവർ 3 അടി മുന്നോട്ട് വയ്ക്കുന്നു. അത് തിരിച്ചറിഞ്ഞ് കൂടുതൽ സംഘടിതമായി നീങ്ങാനാണ് ഇന്ത്യൻ കായിക കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. ഇതിലേക്കുള്ള ചവിട്ടുപടി തന്നെയാണ് ദേശീയ ഗെയിംസ്. എല്ലാം ഒളിമ്പിക്സ് നിലവാരത്തിലാകണമെന്നാണ് വയ്പ്. നമ്മുടെ കായിക താരങ്ങൾക്ക് ലോകോത്തര മത്സര സാഹചര്യം അടുത്തറിയേണ്ടതുണ്ട്. ഇതിനായാണ് 2 വർഷത്തിലൊരിക്കൽ എന്ന നിലയിൽ ദേശീയ ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. എന്നാൽ കേരളത്തിൽ 35ാമത് ദേശീയ ഗെയിംസ് എത്തുമ്പോൾ ഈ ലക്ഷ്യം എത്രമാത്രം വിദൂരത്തായിപ്പോയി. ഇപ്പോൾ ഗെയിംസ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. 11ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ പോരെ, പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഈ ലക്ഷ്യങ്ങളെല്ലാം ഈ രൂപത്തിൽ നമ്മുടെ ആഗ്രഹം പോലെ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ ആശങ്കയുണ്ട്. കുറ്റവും കുറവുമില്ലാതെ ഒന്നും നടത്താനാകില്ല. എന്നാൽ ആരും നല്ലത് പറയാത്ത മേളയായി കേരളത്തിലെ കായിക മാമാങ്കം മാറുമോ എന്നതാണ് സംശയം. 34 ദേശീയ ഗെയിമുകൾ കഴിഞ്ഞു. അന്തർദേശീയ കായിക താരങ്ങളെ വാർത്തെടുക്കുകയാണ് ഓരോ കായികമേളയുടെയും ലക്ഷ്യം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പൂർണ്ണ സഹകരണം ഉറപ്പാക്കിയാണ് ദേശീയ ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. ഒളിമ്പിക്സിൽ മെഡൽ എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് സംഘാടനം. 2002 ഹൈദരാബാദിന് ശേഷം 5 കൊല്ലത്തെ ഇടവേള. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസം 33ാമത് ഗെയിംസിന് വേദിയായി. ലോകോത്തര നിലവാരമൊരുക്കി ഗെയിംസിന്റെ മുഖച്ഛായ മാറ്റുന്ന പ്രക്രിയയ്ക്കും അതോടെ തുടക്കമായി. 2011 റാഞ്ചി ദേശീയ ഗെയിംസും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ നേർക്കാഴ്ചയായി. ജാർഖണ്ഡിലും ലോകോത്തര കായിക സ്റ്റേഡിയങ്ങളും പരിശീലന സൗകര്യവുമെത്തി. ഇതിന്റെ തുടർച്ച തന്നെയാണ് കേരളത്തിൽ നടക്കാനിരിക്കുന്ന 35ാം ദേശീയ ഗെയിംസിലും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ലക്ഷ്യമിടുന്നത്. ഈ ഫംഗ്ഷൻ നമുക്ക് വലുതാക്കണം. ഇതൊക്കെ ജീവിതത്തിൽ ഒന്നേ ഉണ്ടാവും. രണ്ടാമത് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ആരുമില്ലാത്തതുകൊണ്ടല്ല ദേശീയ ഗെയിംസ് കേരളത്തെ ഏൽപ്പിച്ചത്. ഡൽഹിയിൽ പോയി സമ്മർദ്ദം ചെലുത്തി നേടിയെടുത്തതാണ്. കെട്ടിവെക്കേണ്ട 1 കോടി രൂപ നിമിഷം കൊണ്ട് കെട്ടിവെച്ചു. 7 കൊല്ലം മുൻപ് ഇടതു സർക്കാരിന്റെ കാലത്ത് അന്നത്തെ കായിക മന്ത്രി M. വിജയകുമാർ ദേശീയ ഗെയിംസ് കേരളത്തിലെത്തിക്കാനുള്ള കടലാസുകളിൽ ഒപ്പുവെച്ചപ്പോൾ കായിക കേരളം സ്വപ്നം കണ്ടത് ഇതൊന്നുമായിരുന്നില്ല. നമ്മൾ 1 കോടി രൂപ കെട്ടിവെച്ചു. അപ്പോൾ ആ കരാറ് കേരളവും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനുമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കരാറൊക്കെ ഒപ്പുവെച്ചു. അന്ന് അവരൊക്കെ ഉണ്ടായിരുന്നു, TK നായർ, AK ആന്റണി, കൽമാടിയൊക്കെ. 2008 നവംബർ 7 കരാറ്. ദേശീയ ഗെയിംസ് കേരളത്തിന് ലഭിക്കുമ്പോൾ സ്വപ്ന നേട്ടം എന്നാണ് അന്നത്തെ ഇടതു സർക്കാർ വിശേഷിപ്പിച്ചത്. സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് മുൻപ് ഗെയിംസ് നടത്തുകയായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ദേശീയ ഗെയിംസ് പ്രചരിപ്പിച്ചു പോരുന്ന കായിക ഗ്രാമം എന്ന ഒത്തുചേരലിന്റെ വികാരം മാറ്റിവെച്ച് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നീളുന്ന ദേശീയ ഗെയിംസ് എന്ന പുതുശൈലിയിലേക്ക് ഇടതു സർക്കാർ നീങ്ങി. കേരളത്തിലാകെ ഗെയിംസ് ആരവവും അടിസ്ഥാന സൗകര്യ വികസനവും എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് ദേശീയ ഗെയിംസ് നടത്തി അധികാരത്തിൽ തിരിച്ചെത്താനുള്ള സമർത്ഥമായ രാഷ്ട്രീയ തന്ത്രം തന്നെയായിരുന്നു അതിനു പിന്നിൽ. എന്നാൽ ജാർഖണ്ഡിലെ ഗെയിംസ് നീണ്ടുപോയപ്പോൾ ആ മോഹം പൊലിഞ്ഞു. പതിവായി ഏതെങ്കിലും നഗരത്തിന് കിട്ടുന്ന ദേശീയ ഗെയിംസ് ഇത്തവണ കേരളത്തിലെ 7 ജില്ലകളിൽ നടക്കുന്നു എന്നതുതന്നെയാണ് ഗെയിംസിന്റെ ഏറ്റവും വലിയ പോരായ്മ. ജനുവരി 31 മുതൽ ഫെബ്രുവരി 14 വരെ നീളുന്ന കേരളത്തിലെ കായിക മാമാങ്കത്തിൽ 12,000-ലേറെ കായിക താരങ്ങളാണ് അംഗത്തിനിറങ്ങുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 29 വേദികളിലായി 34 ഇനങ്ങളിൽ ജേതാക്കളെ നിശ്ചയിക്കുന്ന ഗെയിംസിൽ 414 സ്വർണ്ണ മെഡലുകൾ സമ്മാനിക്കും. ആകെ 1369 മെഡലുകളാണ് ഇത്തവണ വിതരണം ചെയ്യുന്നത്. ഉദ്ഘാടന സമാപന ചടങ്ങുകൾ തിരുവനന്തപുരം കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് അരങ്ങേറുന്നത്. തിരുവനന്തപുരത്തെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന താരങ്ങൾക്കായി കഴക്കൂട്ടത്തെ മേനംകുളത്ത് കോട്ടേജുകൾ ഒരുക്കുന്നു. 35 ഏക്കർ സ്ഥലത്ത് 3.25 ലക്ഷം ചതുരശ്ര അടിയിലാണ് കെട്ടിടങ്ങൾ പണിയുന്നത്. എയർ കണ്ടീഷൻ ചെയ്ത 365 വീടുകൾ. ഒരു വീട്ടിൽ 14 പേർ വെച്ച് 5110 പേർക്ക് താമസ സൗകര്യം. 1600 പേർക്ക് ഒരേ സമയം ഇരിക്കാൻ സൗകര്യമുള്ള ഭക്ഷണശാല. 500 പേർക്ക് ഒരേ സമയം പരിശീലനം നടത്താവുന്ന ജിംനേഷ്യം. 25ഓളം കടകൾ, കൂടാതെ ആശുപത്രി, ATM കൗണ്ടർ, വിശാലമായ പാർക്കിംഗ് സംവിധാനം, ശുദ്ധജല വിതരണത്തിനും വൈദ്യുതി വിതരണത്തിനും താൽക്കാലിക സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, സുരക്ഷാ സംവിധാനങ്ങൾ, ഇതൊക്കെയായിരുന്നു അവകാശവാദങ്ങൾ. പക്ഷേ ഒന്നിനും ഒരു വ്യവസ്ഥയുമില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ ദേശീയ ഗെയിംസിന് മുൻപ് പൂർത്തിയാകുമോ എന്ന കാര്യത്തിൽ ആർക്കും ഇതുവരെ ഒരു ഉറപ്പുമില്ല. ഇതുവരെയായിട്ട് ഈ ഗ്രൗണ്ടുകൾ, വേദികൾ ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല.
ഏതാനും പിന്നെ ഇടനിലക്കാരുടെയും അതുപോലെ തന്നെ ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ ഇതിൻ്റെ മുഖ്യധാരയുടെ ഭാരവാഹികളായിട്ടിരിക്കുന്ന ആൾക്കാരുടെ ബന്ധുക്കളുടെയും ഒരു മേളയാക്കി മാറ്റുകയല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അസമുകാരും ജാർഖണ്ഡുകാരും അത്യാധുനിക നിലവാരത്തിലുള്ള അത്ലറ്റിക് സ്റ്റേഡിയങ്ങളാണ് ഒരുക്കിയത്. ഇതെല്ലാം മലയാളികളും പോയി കണ്ടതാണ്, കൈയടിക്കുകയും ചെയ്തു. പക്ഷേ കേരളത്തിലെത്തിയപ്പോൾ നമ്മൾ കവാത്തു മറന്നു. അത്ലറ്റിക് സ്റ്റേഡിയം പണിതിട്ട് കാര്യമില്ലെന്ന് കണ്ടെത്തി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സിന്തറ്റിക് ട്രാക്കുള്ള അന്തർദേശീയ സ്റ്റേഡിയങ്ങൾ ഉള്ളതുകൊണ്ടായിരുന്നില്ല അത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ അന്ന് കേരളത്തിനൊരു ടീമുണ്ടായിരുന്നു, കേരള ടസ്കേഴ്സ്. അവരുടെ കളി സംഘടിപ്പിക്കാൻ തെക്കൻ കേരളത്തിൽ ഒരു സ്റ്റേഡിയം, അതുമാത്രമായിരുന്നു കേരളത്തിന്റെ മനസ്സിൽ. അതുകൊണ്ട് 160 കോടിയോളം രൂപ കാര്യവട്ടത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരുക്കാൻ മാറ്റിവെച്ചു. ഗെയിംസിലേക്ക് നീങ്ങിയപ്പോൾ കേരള ടസ്കേഴ്സും പോയി കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി അടിയുമായി. ക്രിക്കറ്റ് അസോസിയേഷനെ പിണക്കിയതിനാൽ നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കില്ല. അതിലെല്ലാം ഉപരി ദേശീയ ഗെയിംസ് മുന്നോട്ട് വയ്ക്കുന്ന ഒളിമ്പിക്സ് മെഡലിനായുള്ള അടിസ്ഥാന സൗകര്യ വികസനം എന്ന മഹത്തായ ആശയത്തെ തല്ലിക്കൊന്നു. നാഷണൽ ഗെയിംസിൻ്റെ പണം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സ്റ്റേഡിയങ്ങൾക്കെല്ലാം അതിൻ്റെ പ്രവർത്തനം ഏത് രൂപത്തിൽ കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ്റിന് ഒരു പൊതുവായ ഒരു തീരുമാനം ഉണ്ടാവും. അതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെ ഉണ്ടാകണം എന്നുള്ളതിനെ സംബന്ധിച്ച്. പക്ഷേ നമ്മളുടെ ഈ പറയുന്ന ഈ ഉദ്ഘാടനത്തിനും സമാപനത്തിനുമായി നമ്മൾ വിനിയോഗിക്കുന്ന കാര്യവട്ടം സ്റ്റേഡിയം അത് യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം. അപ്പോൾ യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്കൊരു എഗ്രിമെൻ്റ് ഉണ്ട്. അതിൻ്റെ നടത്തിപ്പ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പോകും. ബാക്കി നമ്മളുടെ സ്റ്റേഡിയങ്ങളെല്ലാം സംബന്ധിച്ച് അതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ച് ഒരു പൊതുവായ തീരുമാനം ഗവൺമെൻറ് എടുക്കും. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് മാത്രമായി 161 കോടി രൂപ മുടക്കിയിരിക്കുന്നത് വെറും ഉദ്ഘാടനത്തിന് സമാപനത്തിന് വേണ്ടി മാത്രമാണ്. അതെല്ലാം വെറും അശാസ്ത്രീയമാണ്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം സമാപനം മാത്രം വെച്ചു എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. പക്ഷേ ആ സ്റ്റേഡിയം കേരളത്തിന് കിട്ടിയെന്നുള്ളതിൽ ഏറ്റവും മഹാകാര്യം. ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു സ്റ്റേഡിയമാണ് അവിടെ തീർന്നിരിക്കുന്നത്. ആ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി വരുന്നതായതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് സെക്യൂരിറ്റി സ്റ്റേക്കൊക്കെ ഉണ്ട്. നമ്മളുടെ ഇവൻറ്റ്സ് നടത്തുന്നതെല്ലാം പുറത്തുമാണ്. ഉദ്ഘാടന സമാപനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ആ സ്റ്റേഡിയം വെച്ചിരിക്കുകയാണ്. കാരണം നമ്മളുടെ പ്രധാനമന്ത്രി, രാഷ്ട്രപതി അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ഇങ്ങനെ വളരെ അത്യുന്നതരായിട്ടുള്ള ആളുകൾ വരുന്ന ഒരു ഇതായതുകൊണ്ട് അതിൽ കൂടുതൽ ആളുകൾക്ക് ഇരിക്കണം, അതിൻ്റെ സൗകര്യങ്ങളുണ്ടാകണം, അതിൻ്റെ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് നോക്കണം. അതുകൊണ്ട് അതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. ദേശീയ ഗെയിംസ് മത്സരങ്ങൾക്കായി നവീകരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ പണികൾ ജനുവരി 5-നകം പൂർത്തിയാക്കുമെന്നായിരുന്നു അധികൃതരുടെ അന്തിമ ഉറപ്പ്. അത് പാലിക്കപ്പെട്ടില്ല. കോഴിക്കോട് സ്റ്റേഡിയത്തിൽ പുല്ല് വെക്കണമെന്ന് പോലും സംഘാടകർ തിരിച്ചറിഞ്ഞത് ദിവസങ്ങൾക്ക് മുൻപ് മാത്രം. കണ്ണൂർ മുണ്ടയാട്ട് ഇൻഡോർ സ്റ്റേഡിയം അവസാന മിനുക്കുപണിയിൽ മാത്രമാണ്. ഇതുതന്നെയാണ് കേരളത്തിലെ ഏതാണ്ട് എല്ലാ സ്റ്റേഡിയങ്ങളുടെയും അവസ്ഥ. ഇക്കാര്യം പുറത്തറിയാതിരിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് പോലും സ്റ്റേഡിയങ്ങളിലേക്ക് പ്രവേശനം നിഷേധിക്കുകയാണ്. 2011 ഒരു ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം സ്പോർട്സ് വകുപ്പ്, ഞാൻ നേരത്തെ സ്പോർട്സിൻ്റെ പ്രാധാന്യം പറഞ്ഞിട്ടാണ് ഇപ്പോൾ പറയുന്നത്, അങ്ങേയറ്റം അവഗണിക്കപ്പെട്ടു. സ്പോർട്സ് വകുപ്പിനെ വാസ്തവത്തിലൊരു നാഥനില്ലാത്ത അവസ്ഥ. ആദ്യം ഗണേഷ് കുമാർ പ്രാപ്തിയുള്ള ഒരാളാണ്, അയാൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. ഗണേഷ് കുമാറില്ല. പിന്നെ ആരുമില്ലാതിരിക്കുമ്പോൾ വകുപ്പ് എല്ലാം മുഖ്യമന്ത്രിക്കാണ്. അങ്ങനെ ആരുമില്ലാത്ത അവസ്ഥയിൽ കുറേ കാലം പോയി. പിന്നൊരു മന്ത്രി വന്നു, 4 മന്ത്രിമാരുടെ ഇതിൽ കൂടെ പോയി. ഒരു നാഥനില്ലാത്ത അവസ്ഥ ഈ സ്പോർട്സ് വകുപ്പിന് തന്നെ ഉണ്ടായി. പ്രത്യേകിച്ച് ഇതാണ് ഇത്രയും നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഈ നാഷണൽ ഗെയിംസ് നടക്കുമ്പോൾ ഇതിനൊരു ആളില്ലാതെ പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിൽ പോയതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. ഇപ്പോൾ ചില ആളുകളെയൊക്കെ വെച്ചിട്ടുണ്ട്. ആളുകളെ വെച്ചതിനെക്കുറിച്ച് ഞാൻ വിമർശനപരമായിട്ട് ഇപ്പോഴൊന്നും പറയുന്നില്ല. ഇപ്പോൾ പർച്ചേസിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിലൊക്കെ പല വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളുണ്ട്. ട്രാപ്പ് ആൻഡ് സ്കീറ്റിൻ്റെ റേഞ്ചിലുള്ള തടി വെട്ടാനുള്ള പെർമിഷൻ കിട്ടിയത് സെപ്റ്റംബറിലാണ്. അപ്പോൾ 3 മാസം കൊണ്ടാണ് ഇത്രയും പണി തീർന്നത്. അപ്പോൾ ബാക്കി പണി എത്ര തീരുമെന്ന് എനിക്കറിയാം. 10 ദിവസത്തെ പണിയോ അല്ലെങ്കിൽ 4 ദിവസത്തെ പണിയോ ഉള്ളൂ. ദേശീയ ഗെയിംസിൽ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന കൊല്ലത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം നിർമ്മാണം ഇനിയും പ്രതീക്ഷ മാത്രമാണ്. സിന്തറ്റിക് ടർഫിങ്ങിനുള്ള പണി തുടങ്ങിയത് പുതുവത്സര പുലരിയിൽ മാത്രം. 750 പേർക്ക് ഇരിക്കാവുന്ന പവലിയനോട് കൂടിയ സ്റ്റേഡിയത്തിലെ പ്രധാന ബ്ലോക്കിന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. റഗ്ബി സെവൻസ് മത്സരങ്ങൾ കൊല്ലം ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലാണ് നടക്കുക. ഇവിടെയും ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ യുദ്ധകാല ഇടപെടൽ നടത്തുകയാണ് സംഘാടകർ. തിരുവനന്തപുരത്ത് ഒരിക്കൽ നന്നാക്കിയ സ്റ്റേഡിയങ്ങൾ വീണ്ടും അറ്റകുറ്റപ്പണി നടത്തി ദേശീയ ഗെയിംസ് സംഘാടക സമിതി ലക്ഷങ്ങൾ തുലച്ചു. എന്നിട്ടും ഫലമില്ല.
ദേശീയ ഗെയിംസിന്റെ പേരിൽ മാസങ്ങൾക്ക് മുൻപ് അറ്റകുറ്റപ്പണി നടത്തിയ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം വീണ്ടും അറ്റകുറ്റപ്പണി നടത്തി പോലും പണം പാഴാക്കി. പിരപ്പൻകോട് സ്വിമ്മിംഗ് പൂളിനോടനുബന്ധിച്ച കെട്ടിടങ്ങളിലെ പൈപ്പ് ഫിറ്റിങ്ങുകൾ പൊളിച്ചു പണിയേണ്ട ഗതികേടുമുണ്ടായി. നീന്താൻ കുളമുണ്ട് എന്നതാണ് ഇവിടുത്തെ അവസ്ഥ. ബാക്കിയൊന്നും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒരുക്കാനും കഴിയില്ല. പിരപ്പൻകോട് അതിന്ന് അടച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അടച്ചപ്പോൾ അത് തുറന്നു കിടന്നതാണല്ലോ. അടച്ചെങ്കിൽ തുറന്നു കിടന്നതാണല്ലോ, അല്ലെങ്കിൽ അടയ്ക്കേണ്ട കാര്യമില്ല. നീന്തൽ കുളത്തിൽ വെള്ളമില്ലാതെ വന്നാൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ. വെള്ളമില്ലാതെ നീന്താൻ പറ്റുമോ? ചിലപ്പോൾ മന്ത്രിക്ക് പറ്റുമായിരിക്കും. തറയിൽ കിടന്ന് നീന്തുന്നവരാ പല മന്ത്രിമാരും. ഇവിടെ പെർമനൻ്റായി ഫ്ലഡ് ലൈറ്റ് സംവിധാനം ചെയ്യാനാണ് ആദ്യം ആലോചിച്ചത്. അങ്ങനെ തന്നെയാണ് കമ്മിറ്റിയും ആലോചിച്ചത്. പക്ഷേ അത് കാലതാമസം വരുത്തി ഇപ്പോൾ ചില ഏജൻസികൾക്ക് താൽക്കാലികമായിട്ട് ടെൻഡർ കൊടുത്തു എന്നാണ് അറിയുന്നത്. ഫ്ലഡ് ലൈറ്റ് ഇപ്പോൾ 83 ലക്ഷം രൂപ ഫ്ലഡ് ലൈറ്റിന് വേണ്ടി അനുവദിക്കും. അത് നിർമ്മാണം നടത്തുമെന്നാണ്. അത് ടെമ്പററി ആയിട്ട്, അതായത് ഈ വെന്യൂ നടത്തുന്നതിന് വേണ്ടി ആ ദിവസങ്ങളിൽ മാത്രം ടെമ്പററി ഫ്ലഡ് ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്തി നടത്താൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ അത്രയും രൂപ ആകത്തില്ല ഇവിടെ പെർമനൻ്റ് ആയിട്ട് ഈ ഫ്ലഡ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി. ചോർച്ച മൂലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലെ തറയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുമുണ്ടായി. ഇത് പരിഹരിക്കാനും ശ്രമം നടക്കുന്നു. വട്ടിയൂർക്കാവിലെ ഷൂട്ടിംഗ് റേഞ്ചിനും ടെന്നീസ് ഗ്രൗണ്ടിനുമെല്ലാം എന്തു സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. ആലപ്പുഴയിലും കൊച്ചിയിലുമെല്ലാം സ്ഥിതി ഇതുതന്നെ. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അറ്റകുറ്റപ്പണികൾക്കുമെല്ലാം സാമട്ടാണ്. ഒരു 1-2 ആഴ്ച മാത്രം ഉദ്ഘാടനത്തിന് അവശേഷിക്കുന്ന സമയത്തിൽ അടിയന്തരമായി ഒരു ടെൻഡറും കൊടുക്കാതെ കയ്യിൽ കിട്ടുന്നവരിൽ നിന്നും വാങ്ങിക്കൂട്ടുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടക്കാൻ പോകുന്നത്. ഇത് അറിഞ്ഞിട്ടും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കണ്ണടച്ച് അഴിമതിക്കാരെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. ആറ്റിങ്ങലിൽ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ കഥയാണ് ബഹുരസം. ദേശീയ ഗെയിംസ് അധികൃതർ ഡൽഹിയിൽ നിന്നെത്തി പരിശോധിച്ചപ്പോഴാണ് ഇതിന്റെ ഗാലറിയിൽ ഇരുന്നാൽ ഗ്രൗണ്ടിൽ നടക്കുന്ന കളി കാണാൻ കഴിയില്ലെന്ന് അറിയുന്നത്. കബഡിക്കും ഖോഖോയ്ക്കുമായി താൽക്കാലിക സ്റ്റേഡിയം വേറെ പണിയേണ്ട ഗതികേടിലാണിപ്പോൾ. നാഷണൽ ഗെയിംസിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സ്പോർട്സ് കൗൺസിലിന്റെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരം ആറ്റിങ്ങലിലെ ഇൻഡോർ സ്റ്റേഡിയമാണ് ഇത്. എന്നാൽ പണിയിലെ പാകപ്പിഴകൾ കാരണം ഈ സ്റ്റേഡിയം നാഷണൽ ഗെയിംസിന് ഉപയോഗിക്കാനാവാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഗാലറിയിൽ ഇരുന്നാൽ കളി കാണാനാവില്ല എന്നത് തന്നെയാണ് പ്രധാന പാകപ്പിഴ. ഇതാകട്ടെ കണ്ടെത്തുന്നത് ഇനി നാഷണൽ ഗെയിംസിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ്. എന്നിട്ടിപ്പോൾ ഏതാണ്ട് 80 ലക്ഷം രൂപ അധികം മുടക്കി ഇതിന് പുറത്ത് ഒരു താൽക്കാലിക സ്റ്റേഡിയം തട്ടിക്കൂട്ടാനുള്ള തത്രപ്പാടിലാണ് സംഘാടകർ. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് ഇതിനകത്തേക്ക് പ്രവേശനമില്ല. കണ്ണടച്ചാൽ ഇരുട്ടാവില്ലല്ലോ. സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണത്തിലെ അലംഭാവം തന്നെയാണ് കായിക ഉപകരണങ്ങളുടെ കാര്യത്തിലും ഉള്ളത്. ഗെയിംസ് കഴിഞ്ഞാലും ഇവയൊന്നും കേരളത്തിൽ എത്തുമെന്ന് തോന്നുന്നില്ല. മാസങ്ങൾക്ക് മുൻപ് തന്നെ ഉപകരണങ്ങൾ വാങ്ങാമായിരുന്നു. എന്നാൽ അവസാന നിമിഷം ധൃതി പിടിച്ച് ആഗോള ടെൻഡർ വിളിച്ചത് ചിലരുടെ പോക്കറ്റ് വീർപ്പിക്കാനാണെന്ന വസ്തുത സംഘാടകരിൽ ചിലർ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. ദക്ഷിണ കൊറിയയിൽ നിന്നുൾപ്പെടെ ഇറക്കുമതി ചെയ്യുന്ന ഉപകരണങ്ങൾ കപ്പലിൽ മുംബൈയിലെത്തുമ്പോൾ 26-ാം തീയതി കഴിയും. പിന്നെ ഇത് കേരളത്തിലെത്തിച്ച് വിവിധ സ്റ്റേഡിയങ്ങളിലേക്ക് എത്തിക്കുമ്പോഴേക്കും 31 കഴിയും. ഗുണമേന്മ പരിശോധന ഈ ഉപകരണങ്ങളുടെ കാര്യത്തിൽ നടക്കുകയുമില്ല. ഉപകരണങ്ങളുടെ പരിശോധനകൾ നടക്കാതിരിക്കാനുള്ള തന്ത്രമാണ് ഇതെന്ന് മനസ്സിലാക്കാൻ അതിബുദ്ധിയുടെ ആവശ്യമില്ല. എക്യുപ്മെന്റ്സ് പർച്ചേസിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്യണം. ഓൾറെഡി 6 മാസം മുമ്പാണ് കറക്റ്റ് നമ്മുടെ കൺഫേം ഡേറ്റ് ഫിക്സ് ചെയ്തത്. ആ സമയം പോലെ ഒന്നുകൂടെ സ്പീഡപ്പ്. ക്രിസ്തുമസ് ഹോളിഡേയ്സ് വന്നു. ഹോളിഡേയ്സ് മറ്റേ ന്യൂ ഇയർ ഹോളിഡേയ്സ്. യൂറോപ്പിലൊക്കെ ഡിസംബർ 15 കഴിഞ്ഞാൽ സാധനം വരില്ല. മിക്കവാറും യൂറോപ്യൻ രാജ്യങ്ങൾ വരേണ്ടതാണ്. നമ്മളത് ഒരു സെപ്റ്റംബർ ഒക്ടോബറിൽ തന്നെ ഇത് ഓർഡർ കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു ആശങ്ക ഒഴിവാക്കാൻ, ലാസ്റ്റ് മിനിറ്റ് ആശങ്ക. ഡേറ്റ് നിശ്ചയിച്ചിട്ടാണ് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ തുടങ്ങുന്നത്. അല്ലാതെ ഡേറ്റ് നിശ്ചയിക്കുമ്പോൾ ഇത് ഓർഡർ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ജൂൺ മാസത്തിലാണ് റേറ്റ് നിശ്ചയിച്ചത്. സർക്കാരിൻ്റെ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്ത് മാത്രമേ ഇത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഏതായാലും ഡിസംബർ മാസത്തോടുകൂടി ഞങ്ങൾ 90% കൂടുതൽ സാധനങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഡിസംബർ മാസത്തിൽ 85% സാധനങ്ങളും കപ്പലിൽ കയറി കഴിഞ്ഞു. കപ്പലിൽ കയറിയ സാധനം കടലിൽ കൂടി യാത്ര ചെയ്ത് പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്ര ആയതുകൊണ്ട് ഈ ആശങ്ക എപ്പോഴും ചിലത് വന്നെന്ന് വരാം, ചിലത് വന്നില്ലെന്ന് വരാം. ഇത്രയേറെ വീഴ്ചകൾ വന്നു, ഒന്നും എവിടെയും എത്തിയില്ല. പക്ഷേ കൂട്ടയോട്ടം അത് ഗംഭീരമാക്കിയേ പറ്റൂ. അതിന് സച്ചിൻ തെണ്ടുൽക്കർ എത്തും. എല്ലാ അടിസ്ഥാന സൗകര്യവും തയ്യാർ. നാഷണൽ ഗെയിംസിൻ്റെ 34 ഈ ഗെയിംസിൽ ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് റൺ കേരള റൺ. അത് നമ്മൾ ലോകത്ത് നമ്പർ 1 ആയി മാറും. കാരണം ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടുള്ളതിലെ ഏറ്റവും വലിയ റണ്ണ് ഇതിനേക്കാളെല്ലാം എത്രയോ ചെറുതാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 39,000 ആളുകൾ ഒരുമിച്ച് ഓടിയതാണ് ലോക റെക്കോർഡായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ആ റെക്കോർഡിനേക്കാൾ എത്രയോ 10 മടങ്ങ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. 10 കോടി രൂപ മുടക്കിയാണ് കൂട്ടയോട്ടം. പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന് കരാറും നൽകി. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്
ഈ റൺ കേരള റൺ എന്നുള്ള ആശയമല്ല, അതിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ്. കാരണം ഇത് നമ്മുടെ തന്നെ എൻ്റെ തന്നെ ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ഒരു സാമ്പത്തിക ബാധ്യതയുമില്ലാതെ ജനകീയമായി നടത്താൻ കഴിയുന്നതാണ് റൺ കേരള റൺ. ജനകീയമായിട്ട് അതിനൊക്കെയുള്ള ആളുകൾ ഏറ്റെടുത്തോളും. സർക്കാരിന് ഒരു സാമ്പത്തിക ബാധ്യതയില്ല, ഒരു ബഡ്ജറ്റ് വേണ്ട. അതിന് 10 കോടി രൂപ ചില പ്രത്യേകം അത് ഒരു 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 കൊമേഴ്സ്യലായിട്ട് ടെൻഡർ ചെയ്തെന്നൊക്കെ പറയുന്നു. അതിനൊന്നും അർത്ഥമില്ല. ടെൻഡർ എന്നൊക്കെ പറയുന്നത് ഇതിൽ ടെൻഡറിങ്ങിലൊക്കെ തന്നെ എന്തെല്ലാം ആക്ഷേപങ്ങൾ വന്നിരിക്കുന്നു. സിംഗിൾ ടെൻഡറിന് കൊടുത്തിട്ടില്ലേ, അങ്ങനെ പല സംഗതിയും വന്നിട്ടുണ്ട്. കൊടുത്തു ഒരു മീഡിയ, ഒരു മാധ്യമത്തെ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഭരണപരമായിട്ട് തന്നെയുള്ള ആ തീരുമാനം തന്നെ പെശകായിട്ടുള്ളതും അതിൻ്റെ പിന്നിൽ പല താല്പര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. സ്പോർട്സ് കൗൺസിലും യുവജനക്ഷേമ ബോർഡും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും എല്ലാം എന്നും ചെയ്യുന്ന കൂട്ടയോട്ടത്തിന്റെ നടത്തിപ്പിന് ഈവന്റ് മാനേജ്മെന്റ് ടീം എത്തിയപ്പോൾ പ്രതിഷേധവും ശക്തമായി. പ്രതിപക്ഷം കണ്ണു തുറന്നു. പ്രതിഷേധമുയർത്തി VS അച്യുതാനന്ദനും. ഏറ്റവും ഒടുവിലാണ് ദേശീയ ഗെയിംസ് അഴിമതി. കൂട്ടയോട്ടത്തിൻ്റെ പേരിൽ തുടങ്ങിയ അഴിമതി ഗെയിംസ് നടത്തിപ്പിൻ്റെ എല്ലാ മേഖലകളിലും നടക്കുന്നതായാണ് വാർത്തകൾ. സ്റ്റേഡിയം നിർമ്മാണത്തിൽ അഴിമതി, ഉപകരണങ്ങൾ വാങ്ങിയതിൽ അഴിമതി, ഭക്ഷണ വിതരണ ടെൻഡറിൽ അഴിമതി, എല്ലാത്തിലും അഴിമതി. ദേശീയ ഗെയിംസ് അഴിമതിക്കെതിരെ കോൺഗ്രസ് MLA-മാരായ പാലോട് രവി, കെ മുരളീധരൻ എന്നിവർക്കൊപ്പം KV ഗണേഷ് കുമാറും രംഗത്ത് വന്നിരിക്കുന്നു. ഭരണകക്ഷി MLA-മാർക്ക് പോലും ഈ അഴിമതി സഹിക്കുന്നില്ലെന്ന് വരുമ്പോൾ എത്ര ഭീകരമാണ് അഴിമതിയെന്ന് ആലോചിച്ച് നോക്കുക. കോമൺവെൽത്ത് ഗെയിംസിൽ അഴിമതിയിലൂടെ തീഹാർ ജയിലിൽ കിടക്കേണ്ടി വന്ന കോൺഗ്രസ് നേതാവ് സുരേഷ് കൽമാടിയുടെ തുടർച്ചക്കാരാകാൻ ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ ടെൻഡർ നടപടിയും മറ്റുമുയർത്തി ദേശീയ ഗെയിംസ് സെക്രട്ടേറിയറ്റ് കണ്ണിൽ പൊടിയിടാൻ കണക്കുകൾ നിരത്തി. എല്ലാം പ്രതിപക്ഷ സൃഷ്ടി എന്നായിരുന്നു ആരോപണം. തൊട്ടുപിറകെ എല്ലാവരെയും ഞെട്ടിച്ച് മുൻ കായിക മന്ത്രി KV ഗണേഷ് കുമാർ ഗെയിംസിന്റെ എക്സിക്യൂട്ടീവ് സമിതിയിൽ നിന്ന് രാജിവെച്ചു. ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് സൂചിപ്പിച്ച് മുഖ്യമന്ത്രിക്ക് കത്തും നൽകി. ഞാനിതിനെപ്പറ്റി ഗണേശനോട് ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, ഞാനിത് നടക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു രാഷ്ട്രീയം ഒന്നും ഇതിനകത്ത് വരരുതെന്ന് കരുതി കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് സ്പോർട്സ് മന്ത്രിയോ അല്ലെങ്കിൽ കഴിഞ്ഞ ഈ അച്യുതാനന്ദൻ ഗവൺമെൻറ്റോ വച്ചിരുന്ന ആ കമ്മിറ്റിയെ പോലും ഞാൻ മാറ്റിയില്ല. എനിക്ക് സ്പോർട്സാണ് പ്രധാനം, വ്യക്തിയല്ല. അതുകൊണ്ട് ഒരു കമ്മിറ്റിയെ പോലും മാറ്റാതെ ആ കമ്മിറ്റി തന്നെ ഇതെല്ലാം ചെയ്യട്ടെ എന്ന് തീരുമാനിച്ച് തുടരാൻ പറയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരു തുടർച്ചയില്ലാതെ വന്നു. അതുകൊണ്ട് ഇത് നടന്നില്ല എന്ന് നാളെ പറയാൻ ഇടയാക്കാതിരിക്കാൻ ചെയ്തതാണ്. ഞാനിപ്പോഴും അത് വിശ്വസിക്കുക, അവരെ മാറ്റേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും അഴിമതിയില്ലാതെ കൊണ്ടുപോകാനും ഞാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഇപ്പോൾ സംഗതികൾ മോശമായതുകൊണ്ട് ഞാനത് ഇന്ന് രാജിവെക്കുക. നിനക്ക് ഇഷ്ടമില്ല, നിനക്കത് ഇരിക്കാൻ താല്പര്യമില്ലെങ്കിൽ രാജിവെച്ചോടൻ രാജിവെക്കുന്നത് തെറ്റൊന്നുമല്ലല്ലോ. ഭരണപക്ഷവുമായി തെറ്റി നിൽക്കുന്ന ഗണേഷ് കുമാറിന്റെ രാജിയെയും രാഷ്ട്രീയമായി നേരിടാമെന്ന് ദേശീയ ഗെയിംസിലെ അഴിമതിക്കാർ കരുതി. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പാലോട് രവി MLA-യുടെ പൊട്ടിത്തെറി. ഗെയിംസ് സംഘാടനത്തിനുള്ള കലാമത്സരങ്ങൾക്കുള്ള സമിതിയുടെ ചെയർമാനായിരുന്ന പാലോട് രവി കലാപരിപാടികളെക്കുറിച്ച് അറിഞ്ഞത് നോട്ടീസ് വായിച്ചപ്പോഴാണത്രേ. പിന്നീട് K മുരളീധരനും ഗെയിംസിനെതിരെ ആഞ്ഞടിച്ചു. മുരളീധരൻ, പാലോട് രവി പിന്നീട് മാറ്റി പറഞ്ഞു, അന്വേഷണം അതല്ല, എന്നോട് ചോദിക്കാതിരിക്കുന്ന തെറ്റല്ലേ. നമ്മുടെ ജനാധിപത്യത്തിൽ കമ്മിറ്റികൾ വെച്ചാൽ അതിൻ്റെ ചെയർമാൻമാരോട് ഒരു ആലോചിക്കാതെ കാര്യം നടത്തുക. പ്രശ്നം KPCC സർക്കാർ ഏകോപന സമിതിയിലും എത്തിച്ചു. എനിക്ക് തോന്നുന്നത് ഇതൊരു സമഗ്രമായ അന്വേഷണം നടത്തുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റിയുള്ളത് എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഒരു പോയിൻ്റുള്ളത്, അറിയാവുന്ന പല കാര്യങ്ങളും ഉമ്മൻചാണ്ടിക്ക് എഴുതാറുണ്ട്. പക്ഷേ ഇതുവരെ ഒരെണ്ണത്തിന് പോലും ഒരു അന്വേഷണം ആരംഭിച്ചിട്ട് മാത്രമല്ല, കത്ത് കിട്ടിയെന്ന് പോലും മറുപടി കിട്ടാറില്ല. സുരക്ഷയാണ് ദേശീയ ഗെയിംസ് നേരിടുന്ന മറ്റൊരു പ്രശ്നം. കോടികൾ തുലച്ച ഗെയിംസിനെത്തുന്ന താരങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ കേരളത്തിന്റെ കയ്യിൽ കാശില്ല. ധനവകുപ്പിനോട് ചോദിച്ചിട്ട് മിണ്ടാട്ടവുമില്ല. മാധ്യമ വാർത്തകളെ തുടർന്നാണ് ഫയലുകൾ അനങ്ങിത്തുടങ്ങിയത്. മാവോയിസ്റ്റ് ഭീഷണിയുള്ളതിന്റെ ഗൗരവം പോലും ആരും കാണിക്കുന്നില്ല. മാവോയിസ്റ്റ് ഭീഷണിയൊക്കെ ഉള്ള ഈ അവസരത്തിൽ സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കേരള പോലീസിലാണെങ്കിൽ ഇവിടുത്തെ SFIക്കാരെയും DYFIക്കാരെയും തല്ലാൻ വേണ്ടിയുള്ള ലാത്തിയും അതുപോലെ തന്നെ ഗ്രനേഡും ഈ വെള്ളം ചീറ്റാനുള്ള സാധനമല്ല വേറെ ഒരു സാധനം അവരിലില്ല. അങ്ങനെ ഒന്നിലും വേണ്ടത്ര ശ്രദ്ധയില്ലാതെയാണ് കാര്യങ്ങളുടെ പോക്ക്.
ഇതിലെല്ലാം ഉപരി മറ്റൊരു ചോദ്യമുണ്ട്. ദേശീയ ഗെയിംസിന് വേണ്ടി കായിക താരങ്ങൾ ആരെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടോ? എവിടെയാണ് ഇവർ മത്സരിച്ചത്? ഏതെല്ലാം ഇവന്റിൽ കേരളത്തിന് മുൻതൂക്കമുണ്ട്? എത്ര മെഡലുകൾ കിട്ടും? കേരളം ഒന്നാമതെത്തുമോ? ഒന്നിനും ആർക്കും ഉത്തരമില്ല. നാഷണൽ ഗെയിംസിൽ നമ്മൾ മത്സരിച്ച് 1ാം സ്ഥാനത്തെത്തണം. കേരളത്തിന് കഴിയും. ഇപ്പോൾ കേരളം 4-ലായിരുന്നു, 5-ലായി, 6-ലായി, 7 പുറകോട്ടാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ 7ാം സ്ഥാനത്താണ്. ഇത് വെച്ചുകൊണ്ട് 1ാം സ്ഥാനത്തേക്ക് വരിക. ഇങ്ങനെ 3 ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാഷണൽ ഗെയിംസ് നമ്മൾ പ്ലാൻ ചെയ്തത്. മത്സരം നടക്കുന്ന സ്റ്റേഡിയങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നെങ്കിൽ നമ്മുടെ താരങ്ങൾക്ക് അവിടെ പരിശീലിക്കാമായിരുന്നു. അതിൻ്റെ മുൻതൂക്കവും കിട്ടുമായിരുന്നു. എല്ലാം കുളമായി. മത്സരിക്കുന്നത് നമ്മുടെ സ്റ്റേഡിയങ്ങളിലാണ് എന്ന മാനസിക അടുപ്പവും കേരളത്തിലെ താരങ്ങൾക്കുണ്ടാകില്ല. കാരണം പുതിയതായാലും പുതുക്കി പണിഞ്ഞതായാലും ഇത്തരം സ്റ്റേഡിയങ്ങളിലൊന്നും ദേശീയ ഗെയിംസിന് മുൻപ് കളിക്കാനോ പരിശീലിക്കാനോ കഴിയാത്തവരാണ് കേരളത്തിലെ ഭൂരിഭാഗം കായിക താരങ്ങളും. കുറേ അസോസിയേഷനുകൾ കുറേ കളിക്കാരുമായി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ട്രാക്കിൽ അവരുടെയൊക്കെ ഫോം എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയണം. ഏതായാലും സ്റ്റേഡിയത്തിന്റെ പരിതാപകരമായ അവസ്ഥയോളം താഴെ പോകില്ലെന്നാണ് കായിക താരങ്ങളുടെ ക്യാമറയ്ക്ക് പിന്നിൽ നിന്നുള്ള പ്രതികരണം. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. അടുത്ത ദിവസങ്ങളിൽ സ്റ്റേഡിയങ്ങളുടെ പരിശോധനയ്ക്ക് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രതിനിധികളെത്തും. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവർ തിരുവനന്തപുരത്ത് ഒത്തുചേരും. അതിനുശേഷം സ്റ്റേഡിയങ്ങളുടെ സാങ്കേതികതയിൽ തീരുമാനമെടുക്കും. ഉദ്ഘാടന സമാപന ചടങ്ങിന് മാത്രം തയ്യാറാക്കിയ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഈ സംഘം പരിശോധിക്കില്ല. അവിടെ മത്സരങ്ങളില്ല. ഇതുമാത്രമാണ് ആശ്വാസം. ബാക്കി എല്ലാ സ്റ്റേഡിയവും തട്ടിക്കൂട്ടി ഒപ്പിക്കാൻ കഴിയുമായിരിക്കും. നിലവാര പ്രശ്നമുയർത്തി ഗെയിംസ് മാറ്റിവെക്കില്ലെന്ന ഉറച്ച പ്രതീക്ഷയാണുള്ളത്. അതിനുമുണ്ട് ഒരു കാരണം. ദേശീയ ഗെയിംസിനായി കേരളത്തിലേക്ക് വരാനായി എല്ലാ സംസ്ഥാനത്തെയും കായിക താരങ്ങൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. മെഡൽ നേടാനുള്ള തയ്യാറെടുപ്പും അവർ പൂർത്തിയാക്കി കഴിഞ്ഞു. അതിനാൽ ഗെയിംസ് മാറ്റിവെക്കാനായി ഇനി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് കഴിയില്ല. അങ്ങനെ ഉണ്ടായാൽ സംസ്ഥാന അസോസിയേഷനുകൾ ഇടയും. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഗെയിംസ് നടക്കട്ടെ എന്ന നിലപാടിലാണത്രേ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. അതേസമയം IOCയുടെ ടെക്നിക്കൽ സമിതിയുടെ ആരെങ്കിലും ഒരാൾ സത്യത്തിനൊപ്പം നിന്നാൽ പ്രശ്നം ഗുരുതരമാകും. ഗെയിംസ് മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടാകും. അതുണ്ടാകാതിരിക്കാനുള്ള അതിശക്തമായ അണിയറ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, നാഷണൽ ഗെയിംസ് കേരളത്തിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് എല്ലാവരും 100% സഹകരിക്കണം. അടുക്കളയിൽ പാമ്പുണ്ടോ എന്ന് ചോദിച്ചിരുന്നാൽ രാവിലെ എഴുന്നേറ്റ് പാമ്പുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞതിന് ശേഷം അതിന് അടുക്കളയിൽ കയറുള്ളൂ എന്ന് വെച്ചാൽ മിക്കവാറും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല. അപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ റിസ്ക് എടുത്ത് പാമ്പില്ല എന്നുള്ള ധൈര്യത്തിൽ തന്നെ എന്നാലേ നമുക്ക് 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുകയുള്ളൂ. ഗെയിംസ് മാറ്റിവെക്കുമോ ഇല്ലയോ എന്നതാണ് ഈ ഘട്ടത്തിലെ പ്രധാന ചോദ്യം. അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് പ്രാധാന്യമെങ്കിൽ തീർച്ചയായും മാറ്റിവെച്ചേ മതിയാകൂ. അതിനുള്ള തൻ്റെടവും ആർജവവും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ കാണിക്കുമോ? സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പാകപ്പിഴകൾ കണ്ടില്ലെന്ന് നടിച്ചാൽ അതിന്റെ നഷ്ടം കായിക പ്രേമികൾക്ക് മാത്രമാകും. കോമൺവെൽത്ത് ഗെയിംസ് സമ്മാനിച്ച നാണക്കേടിന്റെ ഭാരം ഓരോ ഭാരതീയന്റെയും ചുമലിലുണ്ട്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടെങ്കിലും നമ്മൾ ആതിഥേയരാകുന്ന ഈ മേള കുറ്റമറ്റതാക്കേണ്ടിയിരുന്നു. ഏതായാലും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഗെയിംസ് എന്ന കുപ്രസിദ്ധി 35ാമത് ദേശീയ ഗെയിംസിനുണ്ടാകാതിരിക്കട്ടെ. ഫോർ ദ പീപ്പിൾ ഇനി അടുത്തയാഴ്ച.